ഹരി ഓം. സൗന്ദര്യലഹരി സ്തോത്ര 68 പാർട്ട് 2 ആണ്. ഒരു പ്രാവശ്യം കൂടി ശ്ലോകം വായിച്ചതിൻ്റെ അർത്ഥം വിശദീകരിച്ച് പറയുക. 68 ശ്ലോകം. ഭുജാശ്ലേഷാന്നിത്യം ഭുജാശ്ലേഷാത് നിത്യം. ത പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നായി മാറി. അതുകൊണ്ട് ഭുജാശ്ലേഷാന്നിത്യം പുരതമയുതുഹു കണ്ടകവതി തവ ഗ്രീവാദത്തെ മുഖകമലനാളശ്രിയമിയം സ്വതശ്വേതാകാലാഗരുബഹുലജംബാലമലിന മൃണാളീലാളിത്യം വഹതിയതാഥോ ഹാരലതിക. വേഗാർത്ഥം പറഞ്ഞു പോകാം. ഭുജം കൈയാണ്, ആശ്ലേഷം ആലിംഗനമാണ്, നിത്യം ദിവസവുമാണ്. പുരതമൈതു പുരാന്തകൻ മഹാദേവനാണ്. കണ്ടകവതി മുള്ളുകളുള്ളവളായി. തവ അങ്ങയുടെ ഗ്രീവം കഴുത്ത് ധത്തെ ധരിക്കുന്നു. മുഖകമലം മുഖമാകുന്ന താമര, നാളശ്രീയം താമരവളയത്തിൻ്റെ ശ്രീയം ശോഭ, സ്വതശ്വേത സ്വതവേ വെളുത്തിരിക്കുന്ന, കാലകരു ബഹുല ജമ്പാലം കാരകലിൻ്റെ വർദ്ധിച്ച അഴുക്കുകൊണ്ട് കറുത്തിരിക്കുന്ന താമരവളയ ലാളിത്യം താമരവളയ സൗഭാഗ്യത്തെ വഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ താഴെ ഹാരലതിക ഹാരം മുത്തുമാല അണിഞ്ഞിരിക്കുന്നു ദേവി കഴുത്തിൽ. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഭുജാശ്ലേഷാത് കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ നിത്യം പുരതമയിതുഹു എല്ലാ സമയത്തും ത്രിപുരാന്തകൻ്റെ കണ്ടകവതി രോമാഞ്ചമാകുന്ന മുള്ളുകളോടുകൂടിയത് തവഗ്രീവാധത്തെ നിന്തിരുവടിയുടെ കഴുത്ത് ധരിക്കുന്നു. മുഖകമലനാളശ്രീയ മുഖമാകുന്ന കമലത്തിൻ്റെ നാളലക്ഷ്മിയെ ഇയം സ്വതശ്വേത ഈ പ്രകൃത്യാ വെളുത്തിരിക്കുന്ന കാലാകരുബഹുള ജമ്പാലമലിന കാരകലിൻ്റെ അധികമായ പങ്കം പുരണ്ട് കറുത്തത് മൃണാളീലാളിത്യം വഹതി താമരവളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു. യഥ ഈ കഴുത്തിൻ്റെ അധോഭാഗത്തിൽ ഹാരലതിക മുത്തുമാല. പല്ലയോ ദേവി, നിന്തിരുവടിയുടെ കഴുത്ത് ത്രിപുരാന്തകൻ്റെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ എല്ലാ സമയത്തും രോമാഞ്ചമാകുന്ന മുള്ളുകളോടുകൂടിയതായിട്ട് മുഖമാകുന്ന കമലത്തിൻ്റെ നാളലക്ഷ്മിയെ ധരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ കഴുത്തിൻ്റെ അധോഭാഗത്തിൽ പ്രകൃത്യ വെളുത്തും സ്വതവേ എന്ന് പറഞ്ഞാൽ സ്വതവേ വെളുത്തും കാരകലിൻ്റെ അധികമായ ചെളി പുരണ്ട് അല്ലെങ്കിൽ പങ്കം പുരണ്ട് കറുത്തുമിരിക്കുന്ന മുത്തുമാല താമരവളയത്തിൻ്റെ സൗഭാഗ്യത്തെ വഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുകളിൽ മുഖമാകുന്ന കമലവും താഴെ ദേവിയുടെ മുത്തുമാല അണിഞ്ഞ താമരവളയം പോലെ ഇരിക്കുന്ന കഴുത്തും. അപ്പം മധ്യത്തിൽ കഴുത്ത് നാളദണ്ഡ വിലാസത്തെ ചെയ്യുന്നു എന്ന് താല്പര്യം. ആ കഴുത്തിൻ്റെ മധ്യത്തിൽ ഒരു താമരവളയം, അതായത് കറുത്ത മുത്തുമാല ധരിച്ചിരിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ വൃത്തം എന്ന് പറയുന്ന നിദർശനവും രൂപകവും, രണ്ടലങ്കാരങ്ങൾ ഉണ്ട്. ഈ ശ്ലോകം കുങ്കുമത്തിൽ ശ്രീപൂജ ചെയ്ത് കുങ്കുമത്തിൽ എഴുതി ശ്രീചക്ര പൂജ ചെയ്ത് 45 ദിവസം 1000 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ എല്ലാവിധ സൗഭാഗ്യവും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. നിവേദ്യം മധുവും താമ്പൂലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ശ്ലോകം ഒന്നും കൂടി വായിക്കാം, എന്നിട്ട് അർത്ഥം ഒന്നുകൂടെ പറയാം. ഭുജാശ്ലേഷാന്നിത്യം ശ്ലേഷാത് നിത്യം ത പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നായി മാറി. പുരതമയിതുഹു കണ്ടകവതി തവഗ്രീവാദത്തെ മുഖകമലനാളശ്രിയമിയം സ്വതശ്വേതാകാലാഗരുബഹുളജംബാലമലിന മൃണാളീലാളിത്യം വഹതിയഥോ ഹാരലതിക. അല്ലയോ മഹാദേവി, നിന്തിരുവടിയുടെ കഴുത്ത് ത്രിപുരാന്തകൻ്റെ കൈകൾ കൊണ്ടുള്ള ആലിംഗനത്താൽ എല്ലാ സമയവും രോമാഞ്ചമാകുന്ന മുള്ളുകളോടുകൂടിയതായിട്ട് മുഖമാകുന്ന കമലത്തിൻ്റെ നാളലക്ഷ്മിയെ ധരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ കഴുത്തിൻ്റെ അധോഭാഗത്തിൽ പ്രകൃത്യാ വെളുത്തതും കാരകലിൻ്റെ അധികമായ ചെളിപുരണ്ട് കറുത്തുമിരിക്കുന്ന
മുത്തുമാല താമരവളയത്തിൻ്റെ സൗഭാഗ്യത്തെ ചെയ്യുന്നു എന്ന് അർത്ഥം. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശമ്മയ ദാസോ